സൂപ്പർ ഗ്രേവി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പനീർ കൂടി ആഡ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയാണ് ഷാഹി പനീർ. ഷാഹി പനീർ ഉണ്ടാക്കാൻ ആവശ്യമായ ചേരുവകൾ: പനീർ, പച്ചമുളക് 2 എണ്ണം, കട്ടത്തൈര് 4 ടേബിൾ സ്പൂൺ, തക്കാളി 1 പേസ്റ്റാക്കിയത്, ഉള്ളി 1 വലുത്, കൂടെ 10-12 അണ്ടിപ്പരിപ്പ് കൂടി പേസ്റ്റാക്കിയെടുത്തത്, ഉപ്പ് ആവശ്യത്തിന്, നെയ്യ് ആവശ്യത്തിന്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില എന്നിവ ചതച്ചെടുത്തത്, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം 1/2 ടേബിൾ സ്പൂൺ വീതം, ജീരകം 1/4 ടേബിൾ സ്പൂൺ, കറുവപ്പട്ട, ഗ്രാമ്പു 4-5 എണ്ണം, ഏലയ്ക്ക 3 എണ്ണം, ചുവന്ന മുളക് ചതച്ചത് 1/2 ടേബിൾ സ്പൂൺ. ഇനിയൊരു പാൻ എടുത്ത് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് ജീരകം, ഗ്രാമ്പു, ഏലയ്ക്ക, കറുവപ്പട്ട, ചുവന്ന മുളക് ചതച്ചത് ഇവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഉള്ളിയും അണ്ടിപ്പരിപ്പും കൂടി ചേർത്തരച്ച പേസ്റ്റ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു വലിയ ഉള്ളിയും 10-12 അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് പേസ്റ്റാക്കിയതാണിത്. ഇനി ഇതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, അപ്പോൾ ഒരുപാട് എരിവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റും. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ എരിവ് കൂടുതൽ ചേർക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, മല്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നതുവരെ ഒന്ന് നന്നായി ഇളക്കാം. അതിലേക്ക് പച്ചമുളക് കൂടി ആഡ് ചെയ്യാണ്. വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ തക്കാളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു തക്കാളി പേസ്റ്റ് ചെയ്തെടുത്താണിത്. തക്കാളിയുടെ പച്ചക്കുത്ത് മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്യാം. നന്നായി ഇളക്കി ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കട്ടത്തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂണോളം കട്ടത്തൈര് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക.
നല്ലൊരു ഹെൽത്തി ഡിഷാണിത്. അപ്പോൾ നമ്മളെല്ലാവരും ഇത് മാക്സിമം നമ്മളുടെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് പാൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇൻഗ്രീഡിയൻസിൽ പാൽ പറയാൻ വിട്ടുപോയിട്ടുണ്ട്, അപ്പോൾ നിങ്ങളിത് മറക്കാതെ ചേർക്കണം. പാൽ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. ഇനി പാൽ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്താൽ മതി. പാലാവുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് 5 മിനിറ്റ് ഒരു തിള വരുന്നത് വരെ മൂടി വയ്ക്കാം. അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെച്ചതാണിത്. ഫ്ലെയിം കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം, അടി കരിഞ്ഞു പോകും. ചെറിയൊരു തിളയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നല്ല അടിപൊളി ഷാഹി പനീർ റെഡി ആയിട്ടുണ്ട്. ഷാഹി പനീർ എന്ന് വെച്ചാൽ റോയൽ പനീർ എന്നാണ് അർത്ഥം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻറ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.